ഹലോ ഗായ്സ്, അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയിട്ട് ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 8 മണിയായപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ കറക്റ്റ് ടൈമിങ് ബസ് കിട്ടി. അത് കറക്റ്റ് 1 അവർ ആകുമ്പം സ്റ്റാൻഡിലെത്തും. ആ ഒരു രീതിയിലാണ് അതിൻ്റെ ടൈം സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ട്രാവൽ ചെയ്ത് നേരെ നമ്മൾ സ്റ്റാൻഡിലെത്തി. സ്റ്റാൻഡിൽ ഇതുപോലെ തിരക്കുകളൊക്കെ കുറവാണ്. നേരത്തെ വന്നുകൊണ്ടായിരിക്കും. കറക്റ്റ് 9 o'clock ആയി. അങ്ങനെ നേരെ കോംപ്ലക്സിലൂടെ നടന്ന് പോകേണ്ടി വരും. നോക്കിയ കടകളെല്ലാം തുറന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അത്രയ്ക്ക് നേരത്തെയാണ് ഞാൻ കോളേജിൽ വന്നിരിക്കുന്നത്. ഈ ടൈം ആകുമ്പോഴേക്കും കടകളൊക്കെ തുറക്കുന്ന ടൈമേ ആവുന്നുള്ളൂ. അങ്ങനെ പിന്നെ ട്രാവൽ ചെയ്ത് നേരെ നമ്മൾ കോളേജെത്തിയപ്പോൾ ഇതുപോലെ ഫ്രണ്ട്സൊക്കെ വരുന്നതേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉച്ചവരെ ഇതുപോലെ പ്രാക്ടീസിനൊക്കെ ടൈം തന്നിട്ടുണ്ട്. അതുപോലെ ഉച്ചയ്ക്ക് ശേഷം ഒരു ക്വിസ് കോമ്പറ്റീഷനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർട്സ് ഡേ ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് പ്രാക്ടീസൊക്കെ നമുക്ക് സെറ്റ് ആക്കണം, പ്രോഗ്രാംസ് എല്ലാം സെറ്റ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ ടൈം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു പ്രാക്ടീസിന്. അങ്ങനെ മോർണിംഗ് ആയപ്പോൾ ഏകദേശം സ്റ്റുഡൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമുക്ക് പ്രെയറും ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഓരോ ഗ്രൂപ്പുകാരും അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം, പ്രാക്ടീസൊക്കെ അല്ല. അങ്ങനെ പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവരോട് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ അതിനുശേഷം നേരെ ഞങ്ങൾ ക്ലാസ്സിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പുകാർ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇതുപോലെ എനിക്ക് സിംഗിൾ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് ഇടയ്ക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് ഗ്രൂപ്പ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പ് ഐറ്റംസ് അവർ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഗ്രൂപ്പ് സോങ്ങും പ്രാക്ടീസിലുണ്ടായിരുന്നേ. അപ്പോൾ ആഫ്റ്റർ ലഞ്ച് ഇതുപോലെ ക്വിസ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ അത് നടത്താൻ വേണ്ടി വരുന്നത് NSS ഹിന്ദു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ജിതിൻ ശങ്കർ സാറായിരുന്നു. അപ്പോൾ ആ കോളേജിൽ പഠിച്ച സ്റ്റുഡൻസിനൊക്കെ സാറിനെ ഫെമിലിയർ ആയിരുന്നു. അപ്പോൾ സാറിന് ഇതുപോലെ സാർ ഒരുപാട് കോളേജുകളിൽ ഇതുപോലെ ക്വിസ് കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസുകളൊക്കെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ അതിനുശേഷം പിന്നീട് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സിമ്പിളായിട്ടുള്ള പോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഏറെക്കുറെ മിക്ക സ്റ്റുഡൻസിനും ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 20 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അങ്ങനെ കറക്റ്റ് 3:30 ആയപ്പം കോമ്പറ്റീഷൻ കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങളെല്ലാം കോളേജിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ വോക്കിന് ശേഷം നേരെ നമ്മൾ സ്റ്റാൻഡിലെത്തി. അപ്പോൾ ബസ്സിൽ ഇതുപോലെ തിരക്ക് കുറവായിരുന്നു. ബസ്സിൽ മ്യൂസിക് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അതിങ്ങനെ കേട്ടിരുന്നു. അങ്ങനെ നമുക്ക് നെക്സ്റ്റ് വീക്ക് നമ്മുടെ ആർട്സ് ഡേ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എനിക്കാണ് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ 2 days കൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന പ്ലാനിങ്ങിലാണ്. എങ്ങനെയാകുമെന്ന് അറിയില്ല. അങ്ങനെ ഒരു 5 മണിക്ക് ആയപ്പോൾ ഞാൻ എത്താറായി. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ.